എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. 2024 നടക്കുന്ന LDC പരീക്ഷയ്ക്ക് ഇനി നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യാവുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബയോളജിയുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു മേഖലയാണ് രോഗങ്ങൾ, രോഗകാരികൾ എന്ന് പറയുന്ന മേഖല. അവിടെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ എന്നത് നമ്മുടെ സിലബസിൽ കൃത്യമായി എടുത്തു പറയുന്നതും SCR ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററിനുള്ളിൽ കൃത്യമായി ഉൾക്കൊള്ളുന്നതുമാണ്. അവിടെ നിന്നാണ് പലപ്പോഴും ചോദ്യങ്ങൾ വരുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതായത് ഒന്നാമതായി കൊടുത്തിരിക്കുന്ന എംഫിസീമയും രണ്ടാമതായി കൊടുത്തിരിക്കുന്ന ഫാറ്റി ലിവറുമാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗങ്ങളായിട്ട് വരുന്നത്. നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് രോഗങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, ഒപ്പം പഠിച്ചും വെക്കുക. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മളൊക്കെ കേൾക്കുന്ന പ്രമേഹം എന്ന് പറയുന്ന രോഗമാണ്. അതേപോലെ തന്നെ രണ്ടാമത് ഫാറ്റി ലിവർ എന്ന് പറയുന്ന രോഗമാണ്. നമ്മുടെ ഓപ്ഷനിൽ അത് തന്നിട്ടുണ്ട്, ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മുടെ കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന ഒന്നാമതായി കൊടുത്തിരിക്കുന്ന എംഫിസീമ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗമാണ്. പുകവലി കൊണ്ടുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ രോഗമാണ് ഈ പറയുന്ന എംഫിസീമ എന്ന് പറയുന്നത്. അതേപോലെ ജീവിതശൈലി രോഗത്തിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. പക്ഷാഘാതം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗമാണ്. അതോടൊപ്പം തന്നെ അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ്. അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗമാണ്. അതേപോലെ നമുക്കുണ്ടാകുന്ന ഹൃദയാഘാതം, ഇത് ജീവിതശൈലി രോഗം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഹൃദയാഘാതം എന്ന് പറയുന്നത് എന്താണ്? ജീവിതശൈലി രോഗം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, അതിരോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന ആ രോഗവും എന്തിൻ്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്? ജീവിതശൈലി രോഗം എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അതിരോസ്ക്ലീറോസിസ്. അതുപോലെ തന്നെ പൊണ്ണത്തടി, അതേപോലെ ക്യാൻസർ എന്ന് പറയുന്നത് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ മൂലം നമ്മളിലേക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ എന്ന കാറ്റഗറിയിൽ ക്യാൻസറും ഉൾപ്പെടുന്നുണ്ട്. മറ്റൊന്നാണ് ആർത്രൈറ്റീസ് എന്ന് പറയുന്ന രോഗവും ജീവിതശൈലി രോഗങ്ങൾ എന്ന കാറ്റഗറിയിൽ SCRT ടെക്സ്റ്റ് ബുക്കിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രമേഹം എന്ന് പറയുന്ന രോഗം, ഫാറ്റി ലിവർ എന്ന രോഗം, ഓപ്ഷനിൽ തന്നിരിക്കുന്ന എംഫിസീമ എന്ന രോഗം, അതേപോലെ തന്നെ പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, അതിരോസ്ക്ലീറോസിസ്, പൊണ്ണത്തടി, ക്യാൻസർ, ആർത്രൈറ്റീസ് എന്നീ രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങളും, അതേപോലെ തന്നെ നമുക്ക് ഇന്ന് നിത്യജീവിതത്തിലെ വ്യായാമമില്ലായ്മയും, അതുപോലെ നമ്മൾ പലതരത്തിലുള്ള മാനസിക സംഘർഷത്തിലൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അടിമപ്പെടാറുണ്ട്. അതുപോലെ മദ്യപാനം, പുകവലി, മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നിവയൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു നിത്യജീവിതത്തിലെ ആ ഒരു ശൈലി മൂലം നമ്മളിലേക്കുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് നമ്മളോട് പരിചയപ്പെട്ട പ്രമേഹം, ഫാറ്റി ലിവർ, എംഫിസീമ, അതുപോലെ പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, അതിരോസ്ക്ലീറോസിസ്, പൊണ്ണത്തടി, ക്യാൻസർ, ആർത്രൈറ്റീസ് തുടങ്ങിയവ. ഇവിടെ ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന ഹിമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും ഒക്കെ ഒരു ജനിതക രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹിമോഫീലിയ എന്ന് പറയുന്നത്. ഇത് ഒരു ജനിതക വൈകല്യമായിട്ടാണ് കരുതപ്പെടുന്നത്. രക്തം കട്ടപിടിക്കുന്നതിന് കാരണമായ ഒരു കൂട്ടം മാംസങ്ങളിൽ ഒന്നിന് തകരാറ് സംഭവിക്കുന്നതാണ് ഈ വൈകല്യത്തിന് കാരണമായിട്ട് പറയപ്പെടുന്നത്. ഈ കാരണത്താൽ രോഗം ബാധിച്ച വ്യക്തിക്ക് ഒരു ചെറിയ മുറിവിൽ നിന്ന് പോലും നിലയ്ക്കാതെ രക്തപ്രവാഹം ഉണ്ടാകുന്നു. ഈ ഹിമോഫീലിയ എന്ന് പറയുന്ന ഈ രോഗത്തെ രാജകീയ രോഗം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് രോഗം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലീഡേഴ്സ് രോഗമെന്നും ഈ പറയുന്ന ഹിമോഫീലിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം മുൻവർഷ പരീക്ഷാ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? അതുപോലെ തന്നെ ബ്ലീഡേഴ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഉത്തരം എന്താണ്? ഈ പറയുന്ന ഹിമോഫീലിയ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഓക്സിജൻ്റെ ഒക്കെ കുറവ് മൂലം RBC അരിവാള് പോലെ ചുരുങ്ങുന്ന അവസ്ഥയാണ് ഇവിടെ തന്നിരിക്കുന്ന സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ഒരു തരത്തിൽ ഒരു ജനിതക വൈകല്യമായിട്ടാണ് ഇതും കണക്കാക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചർച്ച ചെയ്തത്
പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങൾ അതിന് നൽകിയിരിക്കുന്ന കുറച്ച് എക്സാമ്പിളുകൾ XCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഹിമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓക്സിജന്റെ കുറവ് മൂലം RBC അരിവാൾ പോലെ ചുരുങ്ങുന്നതിനാൽ ഈ രോഗം അറിയപ്പെടുന്നത് അരിവാൾ രോഗം എന്നും കൂടിയാണ്. അതായത് ഈ സിക്കിൾ സെൽ അനീമിയ നമ്മൾ അരിവാൾ രോഗം എന്ന് നിത്യേന കേട്ടിട്ടുണ്ട്. അരിവാൾ രോഗികൾ ഏറ്റവും കൂടുതൽ കാണുന്ന കേരളത്തിലെ ജില്ല ഏതെന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അത് വയനാട് ജില്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 41ാമത്തെ ചോദ്യം. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. BS6 എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണെന്ന് വെച്ചാൽ BS6 ആണ്. മോട്ടോർ വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം പരിമിതപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചതാണ് BS എന്ന് വെച്ചാൽ ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ്. BS എന്ന് വെച്ചാൽ ഭാരത് സ്റ്റേജ് എന്നാണ്. ആ ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ് അതിൽ 2020 ഏപ്രിൽ 1 മുതൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് BS6 മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ ഇന്ത്യയിൽ നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ 2020 ഏപ്രിൽ 1 മുതലാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണെന്ന് വെച്ചാൽ BS6 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അത് പരീക്ഷയിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും റിപ്പീറ്റായി ചോദിക്കും. കാരണം ഇത് 2024 ചോദ്യപേപ്പറാണ്. അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തത്, താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് കുറയുന്നു എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലത്തെയാണ് നമ്മൾ വിസ്കസ് ബലം എന്ന് പറയുന്നത്. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധം അവക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള ആ ഒരു സവിശേഷ സ്വഭാവത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ താപനില കൂടുമ്പോൾ ഈ പറയുന്ന വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും? അതിൻ്റെ വിസ്കോസിറ്റി കുറയും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ അറിയപ്പെടുന്ന പേരെന്താന്ന് വെച്ചാൽ വിസ്കസ് ദ്രാവകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ അറിയപ്പെടുന്നത് വിസ്കസ് ദ്രാവകങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ വിസ്കസ് ലിക്വിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നേരെ തിരിച്ച് വിസ്കോസിറ്റി വളരെ കുറഞ്ഞ ദ്രാവകങ്ങൾ അറിയപ്പെടുന്നത് മൊബൈൽ ദ്രാവകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? മൊബൈൽ ദ്രാവകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 2 പോയിന്റുകൾ ഓർത്തിരിക്കുക. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ അറിയപ്പെടുന്നത് വിസ്കസ് ദ്രാവകങ്ങൾ എന്നും, അതേസമയത്ത് വിസ്കോസിറ്റി വളരെ കുറഞ്ഞ ദ്രാവകങ്ങൾ അറിയപ്പെടുന്നത് മൊബൈൽ ദ്രാവകങ്ങൾ എന്നാണ്. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനി വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പോയിസൺ എന്നാണ്. വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് പോയിസൺ എന്നാണ്. ഇത് PI എന്ന ആ ഒരു പ്രതീകത്തിൽ സൂചിപ്പിക്കുന്നു. ഇനി അതുപോലെ തന്നെ വിസ്കോസിറ്റിയുടെ ഡൈമെൻഷൻ ഫോർമുല ചോദിക്കാറുണ്ട്. ML⁻⁻1 T⁻⁻1 എന്നതാണ് ഡൈമെൻഷൻ ഫോർമുല. ML⁻⁻1 T⁻⁻1 എന്നാണ് ഇതിൻ്റെ ഡൈമെൻഷൻ ഫോർമുല എന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ വിസ്കോസിറ്റി കൂടുതലുള്ള ദ്രാവകങ്ങളെയാണ് നമ്മൾ വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അതിന് ഉദാഹരണമാണ് കോൾട്ടാർ. കോൾട്ടാർ എന്ന് പറയുന്നത് വിസ്കോസിറ്റി കൂടിയ ദ്രാവകമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. കോൾട്ടാർ. അതേപോലെ തന്നെ നമ്മുടെ രക്തം വിസ്കോസിറ്റി കൂടിയിട്ടുള്ള ദ്രാവകത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഗ്ലിസറിൻ എന്ന് പറയുന്നതും ഈ പറയുന്ന വിസ്കോസിറ്റി കൂടിയ ദ്രാവകത്തിന് ഉദാഹരണമാണ്. അതേ സമയത്ത് ജലവും അതുപോലെ തന്നെ ആൽക്കഹോളും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ജലം അതുപോലെ ആൽക്കഹോളൊക്കെ വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി നമ്മളുടെ ചോദ്യപ്രകാരം താപനില അനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് വാതകങ്ങളുടെ വിസ്കോസിറ്റി താപനിലയ്ക്ക് അനുസരിച്ച് കുറയുകയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്, കൂടുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി താപനിലയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് താപനില കൂടുമ്പോൾ ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. അതേസമയത്ത് വാതകങ്ങളുടെ വിസ്കോസിറ്റി താപനിലയ്ക്കനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. താപനിലയ്ക്കനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്സ് നിയമമുണ്ട്. ഒരു പോയിന്റ് ഓർത്തിരിക്കുക. സ്റ്റോക്സ് നിയമം.
ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് SCERT പോയിന്റ് ആണ്. സ്റ്റോക്സ് നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ വിസ്കോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു, അതേസമയത്ത് വാതകമാണെങ്കിലോ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ W എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണെന്നും, F എന്ന് പറഞ്ഞാൽ ബലമാണെന്നും, P എന്ന് പറഞ്ഞാൽ പവർ ആണെന്നും, T എന്ന് പറഞ്ഞാൽ സമയമാണ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാവുന്ന ഒന്നാണ് നമ്മുടെ പ്രവൃത്തി W ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ പ്രവൃത്തി ബൈ ടൈം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഇക്വേഷനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആ ഒരു ഇക്വേഷൻ പ്രകാരം കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്? യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്ത് പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. പവർ കാണാനുള്ള സൂത്രവാക്യമാണ് വർക്ക് ബൈ ടൈം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പവറിന്റെ യൂണിറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും, ജൂൾസ് പെർ സെക്കൻഡ് ആണ്. എന്താണ് പവറിന്റെ യൂണിറ്റ്? ജൂൾ പെർ സെക്കൻഡ് എന്നാണ് വരിക. അതായത് ഇവിടെ നമ്മുടെ ഈ പവർ ഈസിക്കൽ ടു വർക്ക് ബൈ ടൈം ആണ്. അതിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളും ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡുമാണ്. അപ്പോൾ ഇവിടെ പ്രവൃത്തി മുകളിലും അതായത് ന്യൂമറേറ്ററിലും അതേ സമയത്ത് ടൈം എന്ന് പറയുന്നത് ഡിനോമിനേറ്ററുമാണ്. അതുകൊണ്ട് നമ്മൾ ജൂൾ പെർ സെക്കൻഡ് എന്നാണ് ഈ പറയുന്ന പവറിന്റെ യൂണിറ്റ്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റും ചോദിക്കാറുണ്ട്. നമ്മൾ പഠിക്കാറുണ്ട് ഊദാപ്ര ജൂളായ നമഃ എന്ന് പഠിക്കാറുണ്ട്. ഊദാപ്ര ജൂളായ നമഃ എന്താണത്? ഊർജത്തിന്റെയും താപത്തിന്റെയും പ്രവൃത്തിയുടെയും യൂണിറ്റ് എന്താണ്? ജൂളാണ്. അപ്പോൾ ഇവിടെ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്, ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. SI യൂണിറ്റ് ആണ് പറയുന്നത്. അപ്പോൾ അവിടെ ജൂൾ പെർ സെക്കൻഡ് എന്നതാണ് പവറിന്റെ യൂണിറ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് 43ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഈ വർക്ക് എന്ന് പറയുന്നത് F×S എന്നാണ്. അതായത് പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബലം ഇൻറ്റു സ്ഥാനാന്തരം എന്നാണ്. അതായത് നമ്മളൊരു വസ്തുവിൽ ഇപ്പോൾ ഈ ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ എന്നാണല്ലോ SI യൂണിറ്റ്. അപ്പം നമ്മളൊരു F ന്യൂട്ടൺ ബലം തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിച്ചപ്പോൾ ആ ബലത്തിന്റെ ദിശയിൽ എന്ത് ചെയ്യുന്നു? S മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് F×S എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ A എന്ന് പറയുന്ന ഓപ്ഷനിൽ F/S എന്നാണ് കൊടുത്തത്, അത് തെറ്റാണ്. ഇനി B എന്ന് പറയുന്ന ഓപ്ഷനിൽ S/F എന്നാണ് കൊടുത്തത്, അതും തെറ്റാണ്. ഇനി D എന്ന് പറയുന്ന ഓപ്ഷനിൽ P/T എന്നാണ് കൊടുത്തത്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? പവർ ഈസിക്കൽ ടു വർക്ക് ബൈ ടി ആണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഈ ഒരു ഇക്വേഷനെയും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അതും തെറ്റാണ്. അതുകൊണ്ടാണ് മറ്റു ഓപ്ഷനുകൾ എന്ത് ചെയ്യുന്നത്? തെറ്റായിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ പവറിന്റെ ഇക്വേഷൻ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഒരിക്കൽ കൂടി പറയാം, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം, S എന്ന് നമ്മൾ പറയുന്നു. ബലം ഇൻറ്റു സ്ഥാനാന്തരം എന്നതാണ് വർക്ക് എന്നതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിലാണ് നമ്മളത് പറയുന്നത്, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. കാരണം ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അതേപോലെ തന്നെ ഈ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് നമ്മൾ മീറ്ററിലാണ് പറയുന്നത്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ സെക്കൻഡ് എന്നാണ് കാര്യം ഓർക്കുക. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? ജൂൾ എന്നാണ്. അതായത് ന്യൂട്ടൺ മീറ്റർ എന്നും പറയാം, അതേപോലെ തന്നെ പൊതുവെ നമ്മൾ പറയുന്നത് എന്ത് പേരിലാണ്? ജൂൾ എന്ന പേരിലാണ്. അത് നമ്മൾ ഓർത്തിരിക്കുകയാണ്. ഊദാപ്ര ജൂളായ നമഃ. ഊർജം, താപം, പ്രവൃത്തി, അതിൻ്റെ ഈ പറയുന്ന യൂണിറ്റ് ആണ് ഇത് ജൂൾ എന്ന് പറയുന്നത്. അത് എപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. അത് നമ്മുടെ സുജേഷ് പുറക്കാട് സാറിൻ്റെ ഒരു കോഡാണ്. നിങ്ങളത് അദ്ദേഹത്തിൻ്റെ ക്ലാസ് എപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു കോഡ് നമ്മളെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കോഡ് അന്ന് പഠിച്ചു വെച്ചു, അതിപ്പോഴും മറന്നിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഷെയർ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? 2024 ചോദ്യമാണ്. അതുകൊണ്ട് ഇത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ഓർത്തിരിക്കുക, അമേരിക്കയാണ്. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് എന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അമേരിക്കയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അമേരിക്കയാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക. 44ാമത്തെ ചോദ്യം അമേരിക്ക എന്നത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് ഏത് കമ്പനിയാണ് എന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ പറയുന്ന റോബോട്ട് നായകളെ നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനിയാണ് ബോസ്റ്റൺ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചോദ്യം വന്ന സ്ഥിതിക്ക് ഏത് കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്ന് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ബോസ്റ്റൺ ഡൈനാമിക് എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ ബോസ്റ്റൺ ഡൈനാമിക്സ് എന്താണ് നമ്മളോട് പറഞ്ഞത്?
ബോസ്റ്റൺ ഡൈനാമിക്സ് എന്നതാണ് ആ ഒരു അമേരിക്കൻ കമ്പനിയുടെ പേര് എന്ന കാര്യം ഓർത്തിരിക്കുക. ന്യൂയോർക്ക് പോലീസ് അവതരിപ്പിച്ച ഒരു റോബോട്ടിക് നായയാണ് ഈ പറയുന്ന ഡിജിഡോഗ്. ഈ റോബോട്ടിക് നായകളെ നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനിയാണ് ഈ പറയുന്ന ബോസ്റ്റൺ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഈ ബോസ്റ്റൺ ഡൈനാമിക്സ് റോബോട്ട് നായകളുടെ വേഗം എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 5.5 കിലോമീറ്റർ ആണ്. മണിക്കൂറിൽ 5.5 കിലോമീറ്റർ ആണ് ഈ നായയുടെ വേഗത എന്ന് പറയുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു കറണ്ട് അഫയേഴ്സും കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്യുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹ്യൂമനോയിഡ് റോബോട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് മാനവാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹ്യൂമനോയിഡ് റോബോട്ട് മാനവാണെന്ന കാര്യം ഓർക്കുക. അതുപോലെ ചോദിക്കാവുന്നതാണ്, ഗഗൻയാൻ മിഷനിൽ ആദ്യം പോകാനൊരുങ്ങുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് വ്യോമമിത്രയാണ്. ഏതാണ്? വ്യോമമിത്ര എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. ഈ മാനവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹ്യൂമനോയിഡ് റോബോട്ടാണ്. അതേസമയത്ത് ഗഗൻയാൻ മിഷനിൽ ആദ്യം പോകാനൊരുങ്ങുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് വ്യോമമിത്രയാണെന്ന് കാര്യം ഓർക്കുക. ഇത് ISROയുടെ ഇന്റേണൽ സിസ്റ്റം യൂണിറ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ്, തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ്. അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ വ്യോമമിത്ര എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ അത് വികസിപ്പിച്ചത് നമ്മുടെ ISROയുടെ ഇന്റേണൽ സിസ്റ്റം യൂണിറ്റ് ആണ്. അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടി അവതരിപ്പിച്ചത് ഏത് രാജ്യമാണെന്ന് വെച്ചാൽ അമേരിക്കയാണ്. ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ ബോസ്റ്റൺ ഡൈനാമിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ബോസ്റ്റൺ ഡൈനാമിക്സ് റോബോട്ട് നായകളുടെ വേഗം ചോദിച്ചാൽ മണിക്കൂറിൽ 5.5 മണിക്കൂറാണ്. ഒപ്പം ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേര് മാനവാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പരിചയപ്പെട്ടത് വ്യോമമിത്ര എന്ന് പറയുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരാണ്. അത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രശസ്തി നേടാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഗഗൻയാൻ മിഷനിൽ ആദ്യം പോകാനൊരുങ്ങുന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് വ്യോമമിത്ര എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു റോബോട്ട് വികസിപ്പിക്കുന്നത് നമ്മുടെ ISROയുടെ ഇന്റേണൽ സിസ്റ്റം യൂണിറ്റ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തില് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണെന്ന് ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് പല രീതിയിൽ വ്യത്യസ്തമായിട്ട് ചോദിക്കും. പക്ഷെ നമ്മൾ ചെറിയൊരു കൺസെപ്റ്റ് മാത്രം പഠിച്ചു വെച്ചാൽ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക എന്നിവിടെ പറയുന്നുണ്ട്. വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായിട്ട് താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതിനെയാണ് നിർബാധ പതനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക്, അതായത് മുകളിൽ നിന്നും ഈ പറയുന്ന താഴേക്ക് ഇങ്ങനെ ഒരു സ്വതന്ത്രമായിട്ട് ഇടുകയാണെങ്കിൽ അവിടെ ഈ രണ്ട് വസ്തുവും എത്തിച്ചേരുക ഒരുമിച്ചായിരിക്കും എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ല്, 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ല്, 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? അവിടെ കൃത്യമായി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക. അതായത് ഈ ഒരു വസ്തു ഉയരത്തിൽ നിന്ന് താഴേക്കിടുന്നത് സ്വതന്ത്രമായിട്ടാണ്. അതുകൊണ്ട് ഈ രണ്ട് കല്ലും ഒരുമിച്ചായിരിക്കും താഴെ എത്തുക എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, റിതു കരിദാൽ എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ ആരാന്ന് വെച്ചാൽ റിതു കരിദാൽ എന്ന പേര് ഓർത്തിരിക്കുക. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടറാണ് നമ്മളിവിടെ പരിചയപ്പെട്ട റിതു കരിദാൽ ശ്രീവാസ്തവ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു പേര് റിതു കരിദാൽ ശ്രീവാസ്തവ, ഇവര് എന്താണ്? ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടറാണ്. ശരിക്കും ഇങ്ങനെയാണ് എഴുതുന്നത്, റിതു, ഇവിടെ റിതു ഇങ്ങനെ കൊടുത്തു. അപ്പോൾ റിതു കരിദാൽ ശ്രീവാസ്തവ നമ്മുടെ ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടറാണ്. അതുപോലെ തന്നെ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന കൽപ്പന ചൗളയാണ്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് കൽപ്പന ചൗളയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഓർത്തിരിക്കുന്ന റിമാ ഘോഷുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത് ചന്ദ്രോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന പ്രഗ്യാൻ റോവറിന്റെ വികസനത്തിന് പിന്നിൽ പ്രവർത്തിച്ച റോബോട്ടിക് സ്പെഷ്യലിസ്റ്റ് ആയ വ്യക്തിയാണ് റിമാ ഘോഷ്. ചന്ദ്രോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന പ്രഗ്യാൻ റോവറിന്റെ
നമ്മുടെ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട ആ ഒരു വിക്ഷേപണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ എന്ന് പറയുന്നത്. ആ പ്രഗ്യാൻ റോവറിൻ്റെ വികസനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു റോബോട്ടിക് സ്പെഷ്യലിസ്റ്റ് ആണ് ഈ പറയുന്ന റിമ ഘോഷ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നിധി പോർവാൾ എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 പിന്നിൽ പ്രവർത്തിച്ച ISRO സീനിയർ സയന്റിസ്റ്റ് ആണ്. ഇവിടെ നമ്മുടെ ചോദ്യം ഇന്ത്യൻ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ഋതു കരിതാൽ ശ്രീവാസ്തവയാണ്. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ ആയിരുന്നു ഇവര്. കൽപ്പന ചൗള PSC റിപ്പീറ്റായി ചോദിക്കുന്ന ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഒപ്പം അവരുടെ പ്രസിദ്ധമായിട്ടുള്ള വാക്കാണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണെന്ന് പറഞ്ഞത് കൽപ്പന ചൗളയാണെന്ന കാര്യം ഓർക്കുക. ഇതിനോടൊപ്പം തന്നെ ഇനി പറയാൻ പോകുന്ന പോയിന്റുകളൊന്നും ഓർത്തിരിക്കുക. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ APJ അബ്ദുൽ കലാമാണ്. അതേ സമയത്ത് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെന്ന് വെച്ചാലും എല്ലാവർക്കും അറിയാം ടെസി തോമസ് ആണ്. രണ്ട് കാര്യങ്ങളാണ് പരിചയപ്പെടുത്തത്. ഒന്ന് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാമാണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. ഇതേപോലെ തന്നെ ബ്രഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമ്മുടെ ബ്രഹ്മോസ് മിസൈലൊക്കെ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് ബ്രഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശിവതാണു പിള്ളയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ബ്രഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ അതാരാന്ന് ചോദിച്ചാൽ ശിവതാണു പിള്ളയാണെന്ന് കാര്യം ഓർക്കുക. ശിവതാണു പിള്ളയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഞാനിവിടെ പരിചയപ്പെട്ടത് ബ്രഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശിവതാണു പിള്ളയാണ്. ഇതേപോലെ തന്നെ ഇവിടെ ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ഋതു കരിതാലാണെന്ന് പറഞ്ഞു. അതേ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്ന ആരാണ്? K ശിവനാണ്. നമ്മുടെ മുൻ ISROയുടെ ഒക്കെ ചെയർമാനായിട്ടുള്ള K ശിവനാണ് ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത്. ഒരിക്കൽ കൂടി പറയാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമാണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. ബ്രഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശിവതാണു പിള്ളയാണ്. ഒപ്പം റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K ശിവനാണ്. ഒപ്പം നമ്മുടെ ചോദ്യം ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് നമ്മുടെ ആരാന്ന് വെച്ചാൽ ഋതു കരിതാലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആരെന്ന് വെച്ചാലും ഇവിടെ നമ്മുടെ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ടെസി തോമസ് ആണ്. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ഈ അടുത്ത് നടന്ന ഒരു പരീക്ഷയ്ക്ക് വന്നതാണ്. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആരെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ടെസി തോമസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ 46ാമത്തെ ചോദ്യം വളരെ വിലപ്പെട്ട ചോദ്യം വീണ്ടും ചോദിക്കാം. ഓപ്ഷൻ B ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത് ആനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോക സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ആനോഡൈസിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ ഏത് ലോക സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്ന? ഓപ്ഷൻ C ആണ്, അലുമിനിയം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അലുമിനിയത്തിന്റെ കട്ടിയുള്ള ഓക്സൈഡ് പാളി രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ആനോഡൈസിങ് എന്ന് പറയുന്നത്. ആനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോക സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആനോഡൈസിങ് എന്ന പ്രക്രിയ അലുമിനിയം ലോക സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ നാളത്തെ പരീക്ഷയിൽ അലുമിനിയത്തിന്റെ കട്ടിയുള്ള ഓക്സൈഡ് പാളി രൂപപ്പെടുത്തുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആനോഡൈസിങ് എന്നാണ്. അപ്പൊ ആനോഡൈസിങ് അലുമിനിയം എന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഇവിടെ ഈ ഒരു പ്രക്രിയയിൽ വായുവുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ അലുമിനിയം എന്താണ്? ഒരു നേർത്ത ഓക്സൈഡ് പാളി രൂപപ്പെടുത്തുന്നു. ഈ അലുമിനിയം ഓക്സൈഡ് പാളി എന്താണ്? ലോകനാശത്തെ കൂടുതൽ പ്രതിരോധിക്കുന്നു എന്നാണ് പറയുന്നത്. ലോകനാശത്തെ കൂടുതൽ പ്രതിരോധിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന ഇരുമ്പുമായി ബന്ധപ്പെട്ട് PSCയിലൊക്കെ ചോദിക്കുന്നതാണ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇരുമ്പാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ലോകം ചോദിച്ചാൽ അത് ഇരുമ്പാണ്. അപ്പം ഇരുമ്പുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന ഇരുമ്പുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോകം ചോദിച്ചാൽ ഇരുമ്പാണ്. അതേപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ലോകം ചോദിച്ചാൽ ഇരുമ്പാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ സിങ്കുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാനായിട്ട് സിങ്ക് പൂശുന്ന ആ ഒരു പ്രക്രിയയെ വിളിക്കുന്നത് എന്ത് പേരിലാണ്? ഗാൽവനൈസേഷൻ എന്നാണ് വിളിക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ജന്തുക്കളുടെയൊക്കെ കണ്ണിൽ കാണപ്പെടുന്ന ലോകം ചോദിച്ചാൽ ഈ പറയുന്ന സിങ്ക് ആണെന്ന് നമുക്കറിയാം. ഇൻസുലിനിലും അതുപോലെ നമ്മുടെ കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോകം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് സിങ്ക് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഗാൽവനൈസേഷൻ എന്നാണ്. ഇനി ജന്തുക്കളുടെ കണ്ണിൽ കാണപ്പെടുന്ന ലോകം സിങ്ക് ആണ്. ഇൻസുലിനിലും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോകം ചോദിച്ചാലും ഏത് തന്നെയാണ്? സിങ്ക് ആണെന്ന് കാര്യം ഓർക്കുക. ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോകം എന്ന് നമുക്കറിയാം. ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന വയറുകളുടെ നിർമ്മാണത്തിനും
അതുപോലെ തന്നെ സ്റ്റീം വാട്ടർ പൈപ്പുകളുടെ നിർമ്മാണത്തിനും ഈ ചെമ്പ് എന്ന് പറയുന്ന ലോകം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോകം കൊണ്ടാണെന്ന് ചോദിക്കാം. കാരണം ലോകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ വളരെ വിലപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ചെമ്പാണ്. അപ്പോൾ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോകം ചെമ്പാണ്. വീട്ടിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോകം ചെമ്പാണ്. അതുപോലെ തന്നെ ബ്രോൺസ്, ബ്രാസ്, നാണയ അലോയ് എന്നിവയിലെ പൊതുഘടകം ചോദിച്ചാലും ചെമ്പാണെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അലുമിനിയമാണ്, മറക്കാതെ പഠിച്ചു വെക്കണം. അനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോക സംരക്ഷണത്തിനാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്? അലുമിനിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഒരിക്കൽ കൂടി, താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിനാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. pH ലെസ് ദാൻ 5.5 എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. pH ലെസ് ദാൻ 5.5. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് pH ലെസ് ദാൻ 5.5 ആണെന്ന കാര്യം ഓർത്തിരിക്കും. അപ്പോൾ നമ്മളിവിടെ കേൾക്കുന്ന ഒരു പദമാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ പറയാം, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് അസ്ഥികളുടെ ഒരു പ്രധാന ഘടകമാണ്. കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് അസ്ഥികളുടെ ഒരു പ്രധാന ഘടകമാണ്. കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം ഫ്ലൂറൈഡ്, കാൽസ്യം കാർബണേറ്റ്, സിട്രേറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള അജൈവ ധാതുക്കളാൽ നിർമ്മിതമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന് പറയുന്നത്. കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് അസ്ഥികളുടെ ഒരു പ്രധാന ഘടകമാണ്. ഇത് എന്ന് പറയുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം ഫ്ലൂറൈഡ്, കാൽസ്യം കാർബണേറ്റ്, സിട്രേറ്റ് എന്നിവയുൾപ്പെടെയുള്ള അജൈവ ധാതുക്കളാൽ നിർമ്മിതമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്കറിയാം, ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തുവാണ് പല്ലിലെ ഇനാമൽ എന്ന കാര്യം നമുക്കറിയാം. ഇനാമൽ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന ധാതുവാണ് ഇനാമലിൽ അടങ്ങിയിരിക്കുന്നത്. അത് ഒരു ക്രിസ്റ്റൽ ഘടനയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിനെ ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു ഇനാമൽ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ്. അതായത് കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ ക്രിസ്റ്റലിൻ രൂപമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി വരാം. വീണ്ടും ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്യും, അതുകൊണ്ട് പഠിച്ചു വെക്കുക. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് pH ലെസ് ദാൻ 5.5 ആണ്. ഈ പറയുന്ന കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് അസ്ഥികളുടെ ഒരു പ്രധാന ഘടകമാണ്. കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം ഫ്ലൂറൈഡ്, കാൽസ്യം കാർബണേറ്റ്, സിട്രേറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള അജൈവ ധാതുക്കളാൽ നിർമ്മിതമാണ് ഇത് എന്ന കാര്യം ഓർക്കുക. നമ്മുടെ പല്ലിലെ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് എന്ന് പറയുന്നത്. അതായത് കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ ക്രിസ്റ്റലിൻ രൂപമാണ് ഇത്. ഇനി ഞാനിവിടെ പറഞ്ഞു ലെസ് ദാൻ 5.5 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. അതായത് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റിൻ്റെ നാശത്തിന് വിധേയമാകുന്ന pH ലെസ് ദാൻ 5.5 ആണ്. അതുമായി ബന്ധപ്പെടുത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് പറയാം. ദന്തക്ഷയത്തിന് ഇടയാകുന്ന pH ചോദിച്ചാൽ അപ്പോൾ ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനാമൽ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് ആണ്. അപ്പോൾ വായുടെ pH 5.5 താഴെയാകുമ്പോൾ എന്ത് സംഭവിക്കും? ദന്തക്ഷയത്തിന് ഇടയാകും എന്ന പോയിന്റും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ ദന്തക്ഷയം സംഭവിച്ച നമ്മുടെ പല്ലിലെ ഡെൻറ്റൈനും അതുപോലെ ഇനാമലും ഒക്കെ എന്തായി പോകും? ദുർബലമായി പോകും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ്, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് വീണ്ടും ഇതേപോലെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുപോയാൽ നമുക്ക് അതിന് ഉത്തരം കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും ഓർത്തിരിക്കുക.
ഇനി അടുത്തത്, ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്നും വലത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസ ഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ഇവിടെ നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. മൂലകങ്ങളുടെ അലോക സ്വഭാവം കൂടുന്നു, വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു, മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു എന്നിങ്ങനെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ്, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു എന്നതാണ് ഇവിടെ എന്താണ് തെറ്റായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ആവർത്തന പട്ടിക പീരിയോഡിക് ടേബിൾ അതിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകും തോറും മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അതിലൊന്ന്, മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു. അലോഹ സ്വഭാവം എന്ത് ചെയ്യും, ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നു, കൂടുന്നു. അതേപോലെ തന്നെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണ്, കൂടുന്നു ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും. ഇനി ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇനി മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ആറ്റോമിക ആരം കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. അതേപോലെ തന്നെ പീരിയോഡിക് ടേബിളിൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് സംഭവിക്കുകയാണ്, കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ പരിചയപ്പെട്ടു. നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷന് പുറമെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പും ഉണ്ട്, അതുപോലെ തന്നെ പീരീഡും ഉണ്ട്. അതിൽ പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും നമ്മുടെ ഈ മൂലകത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, കുറയും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും, കുറയും. അതേ സമയത്ത് ഇടത്തു നിന്ന് വലത്തോട്ട് പോവുകയാണെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് പീരിയോഡിക് പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് സംഭവിക്കും, കൂടി വരികയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും, ഗ്രൂപ്പിൽ താഴോട്ട് പോവുകയാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. അതേ സമയത്ത് ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അത് കൂടി വരുമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം എന്ത് സംഭവിക്കും, വർദ്ധിച്ചു വരും. കാരണം നമുക്കറിയാം ഓരോ പീരീഡ് താഴോട്ട് പോകുന്തോറും ഈ ഷെല്ലുകളുടെ എണ്ണം കൂടി വരും അല്ലെ. മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ആറ്റത്തിന്റെ വലുപ്പത്തിന് എന്ത് സംഭവിക്കും, ആറ്റത്തിന്റെ വലുപ്പം കൂടി വരും, നമുക്ക് അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ആറ്റത്തിന്റെ വലുപ്പം കൂടുമ്പോൾ അയണീകരണ ഊർജത്തിന് എന്ത് സംഭവിക്കും, കുറയുന്നു എന്ന കാര്യം ഓർക്കുക. അപ്പോൾ എന്താണ്, താഴോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടും, താഴോട്ട് പോകുന്തോറും അയണീകരണ ഊർജം എന്ത് സംഭവിക്കും, കുറയും. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു താഴോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും, കുറയും. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും, അയണീകരണ ഊർജം കുറയും, അതേപോലെ തന്നെ ഈ പറയുന്ന ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യും, കൂടും എന്ന കാര്യം ഓർത്തിരിക്കുക. അതേ സമയത്ത് നമ്മുടെ ഒരു പീരിയോഡിക് ടേബിളിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പത്തിന് എന്ത് സംഭവിക്കും, ആറ്റത്തിന്റെ വലുപ്പം കുറയുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ആറ്റത്തിന്റെ വലുപ്പം എന്താണ്, കുറയുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും പൊതുവെ ലോക സ്വഭാവത്തിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു വെച്ചാൽ ലോക സ്വഭാവം കൂടി വരികയാണ് ചെയ്യുന്നത്. ഇനി പീരീഡുകളിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും പൊതുവെ ലോക സ്വഭാവത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു വെച്ചാൽ ലോക സ്വഭാവം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോക സ്വഭാവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ എന്താണ്, ലോക സ്വഭാവം കൂടും. ഇനി പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോവുകയാണെങ്കിൽ ലോക സ്വഭാവം എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു എന്ന കാര്യം ഓർക്കുക. ഇനി ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും അയണീകരണ എൻതാൽപ്പി അല്ലെങ്കിൽ തെർമോഡൈനാമിക് സിസ്റ്റത്തിലെ ഊർജത്തിന്റെ അളവിന് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കൂടുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും അയണീകരണ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കുറയുകയാണ് ചെയ്യുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ഒരു പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 18 ഗ്രൂപ്പുകളുണ്ട്, 7ഓളം പീരീഡുകളുണ്ട്. ഇങ്ങനെ കുത്തനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 1 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് അറിയാം. അതേപോലെ തന്നെ ഇങ്ങനെ ഈ ഇടത്തു നിന്ന്
വലത്തോട്ട് ഈ ഒരു രീതിയിൽ വരയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്. 1 മുതൽ 7 വരെയുള്ള പീരീഡാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉള്ളത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഒരു പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകും തോറും, അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് ഈ ഒരു ദിശയിലേക്ക് പോകും തോറും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകും തോറും ആറ്റോമിക ആരം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? കുറയുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? കുറയുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? കുറയുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ഇനി പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതോറും ആറ്റത്തിന്റെ വലുപ്പത്തിന് എന്ത് സംഭവിക്കും? ആറ്റ വലുപ്പത്തിന് എന്ത് സംഭവിക്കും? ആറ്റ വലുപ്പത്തിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ കൂടുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം ചോദിച്ചാൽ എന്താണ്? താഴോട്ട് പോകുന്നതോറും എന്താണ്? ഷെല്ലുകളുടെ എണ്ണം കൂടി വരും അല്ലെ? ഷെല്ലുകളുടെ എണ്ണം കൂടി വരും. അതുകൊണ്ടാണ് ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യുന്നത്? വർദ്ധിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഇനി താഴോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടുമ്പോൾ അയണീകരണ ഊർജത്തിന് എന്ത് സംഭവിക്കും? അയണീകരണ ഊർജം. അപ്പൊ താഴോട്ട് പോകുന്തോറും, അതായത് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു. അപ്പോൾ അയണീകരണ ഊർജത്തിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അവിടെ അത് കുറയുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു, ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു, അതിന്റെ ഫലമായിട്ട് അയണീകരണ ഊർജം എന്ത് സംഭവിക്കുന്നു? കുറയുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഒരു പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും അതിന്റെ ലോക സ്വഭാവത്തിൽ എന്ത് മാറ്റം വരും എന്നാണ് ചോദ്യം. ലോക സ്വഭാവം. അപ്പൊ ലോക സ്വഭാവത്തിൽ എന്ത് മാറ്റം വരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോക സ്വഭാവം കൂടുകയാണ് ചെയ്യുന്നത്. എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകും തോറും അയോണീകരണ എംതാൽപിക്ക് എന്ത് സംഭവിക്കും? അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് അയോണീകരണ എംതാൽപിക്ക് എന്ത് സംഭവിക്കും എന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അയോണീകരണ എംതാൽപിക്ക് എന്ത് സംഭവിക്കും? കുറയുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു, ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു, മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ അയണീകരണ ഊർജം എന്താണ്? കുറയുന്നു, ലോക സ്വഭാവം കൂടുന്നു. അതേ സമയത്ത് അയണീകരണ എംതാൽപി എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പീരീഡിന്റെ കേസിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചു പഠിച്ചാൽ മതി. പീരീഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഇടത്ത് നിന്ന് ഈ ഒരു ദിശയിൽ വലത്തോട്ട് പോകുമ്പോൾ അതിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പീരിയോഡിക് ടേബിളിൽ ഒരു പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞു മുകളിൽ നിന്ന് താഴോട്ട് കുറയുന്നു, അപ്പോൾ പീരീഡിലേക്ക് വരുമ്പോൾ എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മളെ ഒരു പീരിയോഡിക് ടേബിളിൽ നമ്മുടെ ആറ്റത്തിന്റെ വലുപ്പവുമായി ബന്ധപ്പെട്ട് ഒരു പീരീഡിലെ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുന്തോറും എന്താ സംഭവിക്കുന്നത്? ആറ്റത്തിന്റെ വലുപ്പം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കൂടും, ഇടത്തുനിന്ന് വലത്തോട്ടാകുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി അയണീകരണ ഊർജവുമായി ബന്ധപ്പെട്ട് ആറ്റത്തിന്റെ വലുപ്പം കൂടുമ്പോൾ അയണീകരണ ഊർജം കുറയും. അതേസമയത്ത് ആറ്റത്തിന്റെ വലുപ്പം ഇവിടെ എന്താണ്? കുറയുകയല്ല ചെയ്യുന്നത്. ആറ്റത്തിന്റെ വലുപ്പം കൂടുമ്പോൾ അയണീകരണ ഊർജം കുറയും. അതേസമയത്ത് ആറ്റത്തിന്റെ വലുപ്പം കുറയുമ്പോൾ അയണീകരണ ഊർജം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ അയണീകരണ ഊർജത്തിന് എന്ത് സംഭവിക്കും? കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ലോക സ്വഭാവം. ഒരു പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോക സ്വഭാവം കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ പീരീഡിന്റെ കേസിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ലോക സ്വഭാവം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. അപ്പോൾ കുറഞ്ഞു വരുന്നു എന്ന് പഠിച്ചു വെക്കുക. ഇനി അയണീകരണ എംതാൽപിന്റെ കേസിലോ ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും അയണീകരണ എംതാൽപിക്ക് എന്ത് സംഭവിക്കും? കൂടുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് എഴുതി വെച്ചിട്ട് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മറക്കാതെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇത് SCRT പോയിന്റ് ആണ്. ഇത് എപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ലോകം എന്ന് പറയുന്ന ടോപ്പിക്കിലും പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ടോപ്പിക്കിലും ഇതൊക്കെ ചോദ്യമായിട്ട് വരാറുണ്ട്. ഇവിടെ പറഞ്ഞ ഓരോ പോയിന്റുകളും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ എന്താണ്? A എന്ന് പറയുന്ന ഓപ്ഷനിൽ മൂലകങ്ങളുടെ അലോക സ്വഭാവം കൂടുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു, ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോക സ്വഭാവത്തിന് എന്താ സംഭവിക്കുക? കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോക സ്വഭാവം കുറയുന്നു, സ്വാഭാവികമായിട്ടും അലോക സ്വഭാവം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതായത് നമുക്ക് പീരിയോഡിക് ടേബിളിൽ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഈ പറയുന്ന 16ാമത്തെ ഗ്രൂപ്പൊക്കെ എത്തുമ്പോൾ ഓക്സിജൻ പോലുള്ള വാതകങ്ങളാണ് നമ്മൾ കാണുന്നത്.
അപ്പോൾ അവിടെ എന്താണ് ലോക സ്വഭാവം കുറയുകയാണ്, അലോക സ്വഭാവം എന്ത് ചെയ്യാണ്, അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് പോകുന്തോറും നമുക്കറിയാലോ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടിക്കൂടി വരികയല്ലേ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുകയല്ല ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് എന്ത് ചെയ്യാണ്, കുറയുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല പുറത്തോട്ട് പോകുന്നതോറും എന്ത് ചെയ്യുന്നു, കൂടുന്നു. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിനോടൊപ്പം ഈ ഒരു ഓപ്ഷനുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. താഴോട്ടാണെങ്കിൽ നേരെ തിരിച്ചും പഠിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 50ാമത്തെ ചോദ്യമാണ്. 50ാമത്തെ ചോദ്യം ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് O2, O3, O4 എന്നതാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 50ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ തൊട്ട് മുമ്പ് 49ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അതേ സമയത്ത് 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. O2, O3, O4 എന്നത് ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങളാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരമാണെന്ന കാര്യം ഓർക്കുക. അതായത് ഒരേ രാസഗുണങ്ങളുള്ള മൂലകങ്ങൾ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിൽ കാണപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് രൂപാന്തരത്വം എന്ന് പറയുക. നമുക്കറിയാം നമ്മുടെ സിലബസിൽ ഒരു ടോപ്പിക് തന്നെയാണ് ഇത്. ഒരേ രാസഗുണങ്ങളുള്ള മൂലകങ്ങൾ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് രൂപാന്തരത്വം എന്ന് പറയുന്നത്. രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസം അറിയപ്പെടുന്നതാണ് രൂപാന്തരത്വം എന്ന് പറയുന്നത്. ഇനി ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ഭൗതിക അവസ്ഥകളാണ് അലോട്രോപ്പുകൾ എന്നറിയപ്പെടുന്നത്. ഇനി കാർബണിന്റെ രൂപാന്തരങ്ങളാണ് നമ്മുടെ വജ്രം, അതുപോലെ തന്നെ ഗ്രാഫൈറ്റ്, ഫ്ലൂറിൻ, അത് ഫുള്ളറിൻ എന്ന് പറയുന്നത്, ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന പോയിന്റ് മുൻവർഷ പരീക്ഷയിൽ ചോദ്യമാണ്. അതായത് കാർബണിന്റെ രൂപാന്തരങ്ങളാണ്. ഒന്ന് വജ്രം എന്ന് പറയുന്നത് കാർബണിന്റെ രൂപാന്തരമാണ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, കാർബണിന്റെ രൂപാന്തരമാണ്. അതുപോലെ ടേം ഓർത്തിരിക്കുക, ഫുള്ളറിൻ. ഇത് പലർക്കും കൺഫ്യൂഷൻ വന്നതാണ്. ഫുള്ളറിൻ എന്ന് പറയുന്നത് കാർബണിന്റെ രൂപാന്തരമാണ്. ഗ്രാഫീൻ എന്ന് പറയുന്നത് കാർബണിന്റെ രൂപാന്തരമാണെന്ന കാര്യം ഓർക്കുക. അതുപോലെ ഓക്സിജന്റെ അലോട്രോപ്പുകളാണ് ഈ നൽകിയിരിക്കുന്ന O2 എന്ന് പറയുന്നത്. അതായത് രൂപാന്തരങ്ങളാണ് O2 എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സാധാരണ ഓക്സിജൻ എന്ന് പറയുന്നത്. O3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓസോൺ ആണ്. ഇനി അടുത്തത് O4 ഉണ്ട്. O4നെ വിളിക്കുന്നത് ഓസോസോൺ എന്നാണ്. ഓസോസോൺ എന്നാണ് O4നെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് രൂപാന്തരങ്ങൾ എന്ന് പറയുന്നതാണ്. അതിൽ ഈ കാർബണിന്റെ രൂപാന്തരം പ്രത്യേകം പഠിക്കുക. വജ്രവും ഗ്രാഫൈറ്റും ഗ്രാഫീനും ഒക്കെ നമുക്ക് ഓർമ്മയിൽ വരും. പക്ഷെ ആ ഫുള്ളറിൻ എന്ന് പറയുന്നത് ആ ഒരു പരീക്ഷയെ സംബന്ധിച്ച് ആ ഓപ്ഷൻ കൊടുത്തപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായി മാറുകയായി. അത് SCRT പറയുന്നുണ്ട്. വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫീൻ എന്നിവ കാർബണിന്റെ രൂപാന്തരങ്ങളാണ്. എന്താണ് രൂപാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രൂപാന്തരത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അലോട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ രാസഗുണങ്ങളുള്ള മൂലകങ്ങൾ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് രൂപാന്തരത്വം. ഇങ്ങനെ രൂപാന്തരങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് രൂപാന്തരത്വം എന്നും കൂടെ അറിയപ്പെടുന്നത്. അതിൽ പോലെ തന്നെ ഇവിടെ കാർബണിന്റെ രൂപാന്തരങ്ങൾ വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, അതുപോലെ തന്നെ ഗ്രാഫീൻ മറക്കരുത്. ഒപ്പം ഓസോൺ അതുപോലെ തന്നെ O2, O4നെ വിളിക്കുന്നത് ഓസോസോൺ എന്നാണ്. ഓസോസോൺ ചിലപ്പോൾ ഈ പേര് കൊടുക്കും, ഓക്സിജൻ, ഓസോസോൺ. അപ്പോൾ ഈ ഓസോസോൺ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നമ്മൾ കേൾക്കുക. അത് ഓക്സിജന്റെ രൂപാന്തരമാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് അതും ഈ ഓക്സിജന്റെ രൂപാന്തരത്തിൽ പെടുന്നതാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കേരള PSC പരീക്ഷയിൽ പണ്ട് മുതലേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ബ്രോമിൻ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. ബ്രോമിൻ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന. പീരിയോഡിക് ടേബിളിലെ 17ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ് ഈ ബ്രോമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്, താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിൽ ഉള്ള അലോഹം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ്, നമ്മുടെ ബ്രോമിൻ ആണെന്ന കാര്യം ഓർക്കുക. എന്താണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, ബ്രോമിൻ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോകം ചോദിച്ചാൽ ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്ന മർക്കുറിയാണ്. ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മർക്കുറിയും ബ്രോമിനും എപ്പോഴും നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ അലോഹം എന്ന് വായിക്കാതെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക മെർക്കുറി ആയിരിക്കും. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന
ലോഹമാണെങ്കിൽ മെർക്കുറിയാണ്. ഇനി താഴെ പറയുന്ന ദ്രാവകാവസ്ഥയിലുള്ള അലോകം ചോദിച്ചാൽ അത് ഏതാണ്? ബ്രോമിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആന്റിസെപ്റ്റിക് ആയി ഉപയോഗിക്കുന്ന ഹാലജൻ ഏതെന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന അയോഡിൻ ആണ്. എന്നാണ് അയോഡിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഈ പറയുന്ന സിൽവർ അയഡൈഡ് ഉണ്ട്. സിൽവർ അയഡൈഡ് നമ്മുടെ ഈ ഫോട്ടോഗ്രാഫിയിലൊക്കെ ഉപയോഗിക്കുന്ന അയഡിൻ സംയുക്തമാണ് സിൽവർ അയഡൈഡ് എന്ന കാര്യം ഓർക്കുക. സിൽവർ അയഡൈഡ് അതെന്താണ്? നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന അയഡിൻ സംയുക്തമാണ്. ആന്റിസെപ്റ്റിക് ആയി ഉപയോഗിക്കുന്ന ഹാലജൻ ആണ് അയഡിൻ. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന അയഡിൻ സംയുക്തമാണ് ഏത്? സിൽവർ അയഡൈഡ് എന്ന കാര്യം ഓർത്തിരിക്കുക. സിൽവർ അയഡൈഡ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ന്യൂമോണിയ, അൽഷിമേഴ്സ് എന്നീ രോഗങ്ങളുടെ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഹാലജൻ ചോദിച്ചാൽ നമ്മുടെ ഉത്തരമായിട്ട് വന്നിരിക്കുന്ന ബ്രോമിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? ന്യൂമോണിയ, അൽഷിമേഴ്സ് എന്നീ രോഗങ്ങളുടെ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഹാലജനാണ് നമ്മുടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്ന ബ്രോമിൻ എന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫി ഫിലിംസിലും പിന്നെ അഗ്നിശമനികളിലും ഒക്കെ ഈ അയഡിൻ എന്ന് പറയുന്ന ഹാലജൻ ഉപയോഗിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. 17ാം പീരീഡിൽ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന ബ്രോമിൻ. ഒരിക്കൽ കൂടി ഒരു തെറ്റുപറ്റി. ഫോട്ടോഗ്രാഫി ഫിലിംസിലും അഗ്നിശമനികളിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ബ്രോമിൻ എന്ന് പറയുന്ന ഹാലജൻ ഉപയോഗിക്കുന്നുണ്ടെന്ന കാര്യം ഓർക്കുക. തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ എന്താണ്? ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന അയഡിൻ സംയുക്തമാണ് സിൽവർ അയഡൈഡ് എന്ന കാര്യം ഓർത്തിരിക്കുക. സിൽവർ അയഡൈഡ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഒപ്പം നമ്മൾ പറഞ്ഞ മറ്റൊരു പോയിന്റ് ആണ് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. ഇതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോകം ചോദിച്ചാൽ ഗാലിയമാണ്. നമ്മൾ പഠിക്കാറുള്ളത് കൈവെള്ളയിൽ വെച്ചാൽ കാലിയായി പോകും എന്ന് നമ്മൾ പഠിക്കും ഇല്ലേ? കൈവെള്ളയിലെ ആ ഒരു ചെറു ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹമാണ് ഗാലിയം. ഗാലിയം എന്താണ്? ലോഹമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളാണ് മെർക്കുറി, സീസിയം, ഫ്രാൻസിയം, ഗാലിയം എന്ന് ഓർത്തിരിക്കണം. ഏതെല്ലാമാണ്? മെർക്കുറി, സീസിയം, ഫ്രാൻസിയം, ഗാലിയം എന്നിവ സാധാരണ താപനിലയിൽ പോലും ദ്രാവകാവസ്ഥയിൽ കാണുന്ന ലോഹങ്ങളാണ്. അപ്പോൾ സാധാരണ താപനിലയിൽ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങൾക്ക് ഒരു ഉദാഹരണം മെർക്കുറി പറഞ്ഞു. കൈവെള്ളയുടെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹമാണ് ഗാലിയം. ഇതിനു പുറമെ സീസിയവും ഫ്രാൻസിയും ഒക്കെ എന്താണ്? സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ കൃത്രിമ മഴ പെയ്യ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സിൽവർ അയോഡൈഡ് എന്ന് പറയുന്നത്. സിൽവർ അയോഡൈഡ് എന്ന് പറയുന്നത്. അപ്പൊ കൃത്രിമ മഴ പെയ്യ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സിൽവർ അയോഡൈഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് അവയിൽ നിറയ്ക്കുന്ന ഒരു വാതകം ഏതാണ്? ആർഗൺ ആണ്. വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാൻ ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന ആർഗണുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ്. വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന വാതകം ചോദിച്ചാൽ അത് ആർഗൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ സീസിയം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സീസിയം നമ്മളിപ്പോൾ പറഞ്ഞു സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളാണ് മെർക്കുറി, സീസിയം, ഫ്രാൻസിയം, ഗാലിയം എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ആ സീസിയം ഉണ്ടല്ലോ, ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്താണ്? ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് സീസിയം എന്ന് പറയുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ അത് ഫ്ലൂറിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? ഫ്ലൂറിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒപ്പം ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ക്ലോറിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ സീസിയം ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ക്ലോറിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ പറഞ്ഞ എല്ലാ പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ അവസാനമായിട്ട് ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ചോദ്യം, ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രമാണ് ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന കൊടിയേറ്റം എന്ന് പറയുന്ന ചലച്ചിത്രം. അപ്പൊ 52ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാം. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്നതാണ് 1978 പുറത്തിറങ്ങിയ കൊടിയേറ്റം എന്ന് പറയുന്ന മലയാള ചലച്ചിത്രം. ആരാണ് ഈ സിനിമ സംവിധാനം ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ
ഗോപാലകൃഷ്ണൻ സാറാണ്. ഒപ്പം കൊടിയേറ്റം എന്ന മലയാള ചലച്ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ശങ്കരൻകുട്ടി. ഇതിനു പുറമെ ശാന്തമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ ഒരു സിനിമയിലുള്ള പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ശാന്തമ്മ എന്ന കഥാപാത്രം. അതുപോലെ തന്നെ കമലമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അതുപോലെ വറീദ് തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ ഈ ഒരു സിനിമയിലെ ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തിയത് ശങ്കരൻകുട്ടി, ശാന്തമ്മ, കമലമ്മ, അതുപോലെ തന്നെ വറീദ് തുടങ്ങിയവയൊക്കെ ഈ പറയുന്ന കൊടിയേറ്റം എന്ന് പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ അദ്ദേഹം സംവിധാനം ചെയ്ത 1978 വർഷത്തിൽ പുറത്തിറങ്ങിയ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ശങ്കരൻകുട്ടി, പിന്നെ ശാന്തമ്മ, മറ്റൊന്ന് വറീദ്, മറ്റൊരു പേര് കമലമ്മ, അങ്ങനെ തുടങ്ങിയ കഥാപാത്രങ്ങളുണ്ട്. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻ ബിയിൽ കാഞ്ചന സീത എന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തി ആരെന്ന് വെച്ചാൽ ജി അരവിന്ദനാണ്. ജി അരവിന്ദൻ സംവിധാനം ചെയ്ത 1977 പുറത്തിറങ്ങിയ സിനിമയാണ് കാഞ്ചന സീത എന്ന് പറയുന്ന സിനിമ. ഇതിൽ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, വാൽമീകി തുടങ്ങിയ നമ്മുടെ ആ ഒരു പുരാണ കഥാപാത്രങ്ങൾ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. അതിനെ ഓർത്തിരിക്കാൻ സിമ്പിളാണ്. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, വാൽമീകി തുടങ്ങിയ കഥാപാത്രങ്ങൾ. അതുപോലെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് തമ്പ് എന്ന് പറയുന്നത്. ജി അരവിന്ദൻ തന്നെ മറ്റൊരു സിനിമയാണ് തമ്പ് എന്ന് പറയുന്ന സിനിമ. 1978 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് തമ്പ് എന്ന് പറയുന്ന സിനിമ. അതേപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയാണ് 1972 പുറത്തിറങ്ങിയ സ്വയംവരം എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള സിനിമ. അപ്പോൾ സ്വയംവരം എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. ജാനകി, കല്യാണി, വിശ്വം, അതുപോലെ തന്നെ തൊമ്മച്ചൻ, സീത, വാസു തുടങ്ങിയ കഥാപാത്രങ്ങൾ ഈ സ്വയംവരം എന്ന് പറയുന്ന ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് സ്വയംവരം എന്ന് പറയുന്ന സിനിമ ആരുടെ സിനിമയാണ്? അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ സിനിമയാണ്. അദ്ദേഹം തന്നെയാണ് പ്രസിദ്ധമായിട്ടുള്ള മതിലുകൾ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. പ്രസിദ്ധമായിട്ടുള്ള 4 പെണ്ണുങ്ങൾ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. എലിപ്പത്തായം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് വെച്ചാൽ അടൂർ ഗോപാലകൃഷ്ണനാണ്. അതുപോലെ തന്നെ നിഴൽക്കൂത്ത്, കൊടിയേറ്റം തുടങ്ങിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത് അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംവിധാനം ചെയ്ത പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് സ്വയംവരം എന്ന് പറയുന്ന ചിത്രം, അതുപോലെ തന്നെ കഥാപുരുഷൻ എന്ന് പറയുന്ന ചിത്രം അദ്ദേഹത്തിൻ്റെതാണ്. സ്വയംവരം, കഥാപുരുഷൻ, മതിലുകൾ എന്ന് പറയുന്നത് അദ്ദേഹമാണ് സംവിധാനം ചെയ്യുന്നത്. 4 പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം സംവിധാനം ചെയ്തതാണ്. മുഖാമുഖം എന്നതും അനന്തരം എന്ന് പറയുന്നത്, എലിപ്പത്തായം പ്രത്യേകം നോക്കുക, എലിപ്പത്തായം, അതുപോലെ തന്നെ വിധേയൻ എന്ന് പറയുന്ന സിനിമ, ഒരു പെണ്ണും 2 ആണും, അതുപോലെ തന്നെ നിഴൽക്കൂത്ത്, കൊടിയേറ്റം എന്നിവയെല്ലാം ആരുടെ സിനിമയാണ്? അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട സിനിമയാണെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ മലയാളത്തിലെ പ്രസിദ്ധമായ സിനിമയായ കളിയാട്ടം അത് സംവിധാനം ചെയ്ത് ജയരാജാണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ദേശാടനം എന്ന് പറയുന്ന സിനിമയും, മകൾക്ക്, പകർന്നാട്ടം, കരുണം, ശാന്തം തുടങ്ങിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത് ജയരാജാണ്. അപ്പോൾ പ്രസിദ്ധ സംവിധായകനായ ജയരാജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സിനിമകളാണ് കരുണം, അതുപോലെ തന്നെ ശാന്തം, കളിയാട്ടം, ദേശാടനം, മകൾക്ക്, പകർന്നാട്ടം തുടങ്ങിയ സിനിമകളൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ PSC പരീക്ഷയിലൊക്കെ ചോദിക്കാവുന്നതാണ് ഷാജി എൻ കരുണുമായി ബന്ധപ്പെട്ട് വാനപ്രസ്ഥം എന്ന സിനിമ, പിറവി എന്ന് പറയുന്ന സിനിമ, കുട്ടിസ്രാങ്ക് എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ സോപാനം, സ്വാഹം എന്നീ സിനിമകളൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷാജി എൻ കരുണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ജി അരവിന്ദൻ അദ്ദേഹവുമായി ബന്ധം, അതായത് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇവിടെ നൽകിയിട്ടുണ്ട്. ജി അരവിന്ദനുമായി ബന്ധപ്പെട്ട് കാഞ്ചന സീത എന്ന് പറയുന്ന സിനിമയും തമ്പ് എന്ന സിനിമയും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പ്രസിദ്ധമായിട്ടുള്ള സിനിമയാണ് എസ്താപ്പൻ എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ ചിദംബരം എന്ന സിനിമ, ഒരിടത്ത് തുടങ്ങിയ സിനിമകളൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? ജി അരവിന്ദനുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണെന്ന് കാര്യം ഓർക്കുക. നമ്മൾ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യം നല്ലോണം പഠിച്ചു വെക്കുക. ശങ്കരൻകുട്ടി എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം ഏത് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടിരിക്കും? ഒരു പക്ഷേ ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കൊടിയേറ്റമാണ്. അപ്പോൾ ആ കൊടിയേറ്റവുമായി ബന്ധപ്പെട്ട് 2 പോയിന്റ് എക്സ്ട്രാ പഠിച്ചു. 1978 പുറത്തിറങ്ങി അടൂർ ഗോപാലകൃഷ്ണനാണ് അത് സംവിധാനം ചെയ്തത്. അതേപോലെ തന്നെ അതിൽ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും പഠിച്ചു. ശങ്കരൻകുട്ടിക്ക് പുറമെ ശാന്തമ്മ, കമലമ്മ, വറീദ്. ഒപ്പം നമ്മുടെ ഓപ്ഷനിൽ നൽകിയ കാഞ്ചന സീത, അതുപോലെ തന്നെ തമ്പ്, ഈ 2 സിനിമയും സംവിധാനം ചെയ്ത ജി അരവിന്ദനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതിനുശേഷം സ്വയംവരം എന്ന് പറയുന്ന സിനിമയും സംവിധാനം ചെയ്തത് ആര് തന്നെയാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന മതിലുകൾ, അതുപോലെ 4 പെണ്ണുങ്ങൾ, അതേപോലെ തന്നെ എലിപ്പത്തായം, വിധേയൻ, അതൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അടൂർ ഗോപാലകൃഷ്ണന് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തിയതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പറിലെ 52ാമത്തെ ചോദ്യം വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള GK ചോദ്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാം. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.